ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സേവനം മാനവനിലുള്ള ദിവ്യത്വത്തെ പ്രകടമാക്കുന്നു. അത് ഒരുവൻ്റെ ഹൃദയം വിശാലമാക്കുന്നു, ഇടുങ്ങിയ മനോഭാവത്തെ നശിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് വർദ്ധിച്ച ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു, ഐക്യം കൊണ്ടുവരുന്നു. അത് ആത്മതത്വത്തെ പഠിപ്പിക്കുന്നു. സേവനത്തിലൂടെ എല്ലാ പൈശാചിക ഗുണങ്ങളും ദുഷ്പ്രവണതകളും ഇല്ലാതെയാകുന്നു. അതിനാൽ സേവനത്തെ മനുഷ്യൻ തൻ്റെ പ്രധാന സാധനയായി കണക്കാക്കണം. നിങ്ങൾ ജനിച്ചത് സേവിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ വെറും നേതാവാകുന്നതിന് വേണ്ടിയല്ല. ലോകത്തിലുള്ള ഓരോ മനുഷ്യനും സേവകരാണ്. ഭാര്യ ഭർത്താവിന് സേവികയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ സേവകനാകുന്നു. അമ്മ കുഞ്ഞിനു സേവകയാകുന്നത് പോലെ കുഞ്ഞ് അമ്മയുടെ സേവകനാകുന്നു. ജോലിക്കാരൻ യജമാനന് സേവകനാകുന്നത് പോലെ യജമാനൻ ജോലിക്കാരൻ്റെയും സേവകനാകുന്നു. ആളുകൾ എന്തു തന്നെ ചെയ്യുമ്പോഴും അത് സേവന മനോഭാവത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലോകത്തിന് സമൃദ്ധിയും പുരോഗതിയും ഉണ്ടാവുകയുള്ളൂ. സേവനമില്ലെങ്കിൽ ലോകമില്ല. ഓരോ മനുഷ്യനും ഓരോ സേവകനാണ്. അയാൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ആ സേവനഭാവമുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ദിവ്യതയെ പ്രാപിക്കുവാനാകൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിക്കാനാകൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.